നന്ദി ഉമേഷ്. വളരെ മനോഹരമായ സ്പീച്ചായിരുന്നു നമ്മുടെ ഡയറക്ടറുടെ സ്പീച്ച്. ഈ വേദിയിലേക്ക് ഇങ്ങനെ ഒരു കുട്ടികളോട് സംസാരിക്കാൻ അവസരം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുവാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പരിപാടി നല്ല വിജയകരമായിട്ട് ചെയ്യാൻ സഹായിച്ച പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാവർക്കും കൂടി ഞാൻ ആദ്യം തന്നെ നന്ദി പറയുവാണ്. പല ദിവസങ്ങളുടെ ഒരു ശ്രമമാണ്, പല ദിവസങ്ങളുടെ ഒരു ഹാർഡ് വർക്കാണ് ഇത്രയും ഒരു വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടത്. പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശബരിമല സീസൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഒരു നല്ല ഒരു ടീം വർക്ക് കൊണ്ട് വളരെ വളരെ ഗ്രാൻഡായിട്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് കണ്ടപ്പോഴും നല്ല മഴയും കുഴിയും ചളിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും വളരെ മനോഹരമായിട്ട് വെന്യൂ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോ റിയലി താങ്ക് യു ആൻഡ് എ ഗ്രേറ്റ് വേർഡ് ഓഫ് അപ്രീഷിയേഷൻ ടു ഓൾ ദി ഓഫീസേഴ്സ് who have done this. Of course, എനിക്ക് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിക്കാം. നമ്മുടെ ഉമേഷ് സർ വളരെ മനോഹരമായ ഒരു സ്പീച്ച് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അല്ലേ? അപ്പോൾ സാധാരണ നമ്മുടെ സമൂഹം ജനറലി ഒരു വളരെ ഒരു പ്രസിദ്ധമായ ഒരു കഥ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കഥയുണ്ട്. അതായത് ഒരു കാട്ടിൽ ഒരു മാനുണ്ട്, ഒരു കുരങ്ങുണ്ട്, ഒരു മീനുണ്ട്, പിന്നെ ഒരു കൊക്ക് ക്രെയിൻ അതുണ്ട്, പിന്നെ ഒരു ക്രോക്കഡൈലുണ്ട്. ഇത്രയുമുണ്ട്. സോ പക്ഷേ ഒരാൾ വന്നിട്ട് ഈ 5 മൃഗങ്ങൾക്കും ഒരു എക്സാമിനേഷൻ, ഒരു പരീക്ഷ വയ്ക്കുകയാണ്. പരീക്ഷ എന്താണ്? സോ ആരൊക്കെ ഉണ്ട്? കുരങ്ങുണ്ട്, മീനുണ്ട്, പക്ഷിയുണ്ട്, ഒരു ക്രൊക്കഡൈൽ, ഒരു റെപ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ വേറെ എന്ത് പറഞ്ഞു ഞാൻ മറന്നുപോയി. whatever, ഒരു 5 മൃഗങ്ങളുണ്ട്. പരീക്ഷ എന്താണ്? മരം കയറണം. പറക്കാൻ പറ്റത്തില്ല, നീന്താൻ പറ്റത്തില്ല, മരം കയറണം. അപ്പോൾ ആര് വിജയിക്കും? കുരങ്ങ് മാത്രമേ വിജയിക്കും, അല്ലേ? സോ അങ്ങനെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒരു എന്താ പറയുന്നത്, പലർക്കും പല കഴിവുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലോകത്ത് 8.2 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട്, 8.2 ബില്യൺ ജനങ്ങളുണ്ട്. ഓരോരുത്തരും യുണീക്കാണ്. ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിത്വമുണ്ട്, വ്യക്തിപരമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ, നമ്മൾ സാധാരണ നമുക്കുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് മറ്റവരോട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. എപ്പോഴും നിരന്തരം നമ്മുടെ സിസ്റ്റം, നമ്മുടെ സമൂഹം അത് തന്നെയാണ് നമ്മൾ ഒരു ഇൻഡയറക്ട്ലി നമ്മൾ അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നിരന്തരം അവർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരു വിജയം എനിക്ക് നേടാൻ പറ്റുമോ, ഇതാണ് നമ്മൾ നിരന്തരം നമ്മുടെ ചിന്ത ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികളായ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും വളരെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്, വളരെ യുണീക്ക് സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസോട് ഈ ലോകത്തിലേക്ക് വന്ന കുട്ടികളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ എല്ലാവരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹം ഇങ്ങനത്തെ ജോലി മാത്രമേ ചെയ്യാവുള്ളൂ, ഇങ്ങനത്തെ ജോലി ചെയ്യണ്ട, അത് അത്രയും നല്ലതല്ല എന്ന് പല രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അഭ്യർത്ഥന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരും യുണീക്കാണ്, യുണീക്ക് കഴിവുകളുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുന്നത്, മറ്റവർ നിങ്ങളെ കൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. നിങ്ങളുടെ യുണീക്ക് കഴിവുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ ഉമേഷ് സർ പറഞ്ഞല്ലോ, റൈറ്റ്, എങ്ങനെ ഈ സമൂഹത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് ആലോചിക്കുക. ആൻഡ് രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ട്രാജഡി ഓഫ് ദ കോമൺസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അറിയുമോ?
ട്രാജഡി ഓഫ് ദ കോമൺസ്. എന്താണത്? ട്രാജഡി ഓഫ് ദ കോമൺസ് എന്ന് പറയുന്നത്, എല്ലാവരും ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അത് ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. സോ എല്ലാവരും തെറ്റ് ചെയ്യുവാണെങ്കിൽ അത് ശരിയായി പോകുന്നു. അതാണ് ട്രാജഡി ഓഫ് ദ കോമൺസ്. പക്ഷേ നമ്മുടെ ലോകത്ത് നമ്മളിപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുവാണ്. ഒരു സൈഡ് നമ്മുടെ പരിസ്ഥിതി, അത് നമ്മൾ പാഴാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, അത് നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു സൈഡ് പല രീതിയിലുമുള്ള മാനസിക പ്രശ്നങ്ങൾ, അതുകൊണ്ട് സമൂഹത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അതും കൂടിക്കൊണ്ടേ വരുവാണ്. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ, അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് ദാറ്റ് എല്ലാവരും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത്. എന്താണോ ശരിயான പാത അത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഒരു ഉദാഹരണം ഇതിനു വേണ്ടി വേറൊരു ചെറിയ കഥയും കൂടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്, അതും കൂടി ഞാൻ പറയാം. എല്ലാ വേദികളിലും ഞാൻ സാധാരണ പറയാറുണ്ട്. ഒരു ബീച്ച്, ഒരു വലിയ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ബീച്ചിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്തോ ഒരു പ്രകൃതിയുടെ ഒരു ഇത് അനുസരിച്ച് പല സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ, ഈ സ്റ്റാർ ഫിഷ് എല്ലാം തന്നെ കടലിൽ നിന്ന്, ബേബി സ്റ്റാർ ഫിഷ്, അതും കുട്ടികൾ, ഈ ബേബി സ്റ്റാർ ഫിഷ് എല്ലാം ഈ ബീച്ചിൻ്റെ പുറത്തിൽ വന്ന് വീഴുവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ആ വെയിലിനകത്ത്, വേനലിന് ആ ബീച്ചിൽ നിന്ന് പുറത്ത് വന്നത് കൊണ്ട് തന്നെ ആ വേനൽ കൊണ്ട് ഈ സ്റ്റാർ ഫിഷ് എല്ലാം മരിച്ചു കൊണ്ടിരുന്നു. പല ലക്ഷം സ്റ്റാർ ഫിഷ്, ഇങ്ങനെ ബേബി സ്റ്റാർ ഫിഷ് എല്ലാം മരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ ഈ ബീച്ചിൽ ഇങ്ങനെ വാക്കിംഗ് പോകാൻ വേണ്ടി വന്നിരുന്നു. പുള്ളി നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി, ഓക്കെ, ഒരു പെൺകുട്ടി ഓരോരു ബേബി സ്റ്റാർ ഫിഷായിട്ട് എടുത്ത് കടലിലേക്ക് കൊണ്ട് ഇട്ടു. വീണ്ടും അത് വെള്ളത്തിലേക്ക് കയറ്റി വിട്ടു, രക്ഷപ്പെടുത്തി. ഇങ്ങനെ ഓരോരോ സ്റ്റാർ ഫിഷായിട്ട് കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റാർ ഫിഷ് ഒന്നൊന്നായിട്ട് എടുത്ത് കടലിലേക്ക് വിട്ടു. അപ്പോൾ ഈ നടക്കുന്ന ആൾ ഇത് കണ്ടുകൊണ്ടിരുന്നു. ലക്ഷങ്ങളോളം സ്റ്റാർ ഫിഷാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടി ഒന്നൊന്നായിട്ട് എടുത്തുകൊണ്ട് കടലിൽ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി പോയി ആ കുട്ടിയോട് ചോദിക്കുന്നു, നീ എന്തിനാ നിൻ്റെ സമയവും ശ്രമത്തിനെയും ഇത്രയും വെറുതെ കളയുന്നു? ഇവിടെ ഇത്രയും ലക്ഷങ്ങളോളം സ്റ്റാർ ഫിഷ് ഉള്ളപ്പോൾ നീ എടുത്തു വിടുന്ന ഒരു 100-200 സ്റ്റാർ ഫിഷ് കൊണ്ട് എന്ത് വ്യത്യാസമാണ് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കും? ഇത്രയും ലക്ഷങ്ങളുള്ളപ്പോൾ 100-200 കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് കണ്ട്, കുട്ടിയുടെ മറുപടി കേട്ട് ഇയാൾ ഞെട്ടിപ്പോയി. കുട്ടി എന്ത് മറുപടി പറഞ്ഞു? കുട്ടി പറഞ്ഞു, ആ സ്റ്റാർ ഫിഷിന് ഞാൻ വലിയ വ്യത്യാസം ഉണ്ടാക്കുവാണ്. ആ സ്റ്റാർ ഫിഷിൻ്റെ ജീവിതം ഞാൻ രക്ഷപ്പെടുത്തുന്നത് കൊണ്ട് ആ സ്റ്റാർ ഫിഷിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വൻ വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുട്ടി പറഞ്ഞപ്പോൾ കുട്ടിക്ക് അയാൾക്ക് ഒരു പ്രേരണ ഉണ്ടായി, ഒരു പ്രോത്സാഹനമുണ്ടായി. അപ്പോൾ കുട്ടിയും ഈ ആളും പോയി അവിടുത്തെ കമ്മ്യൂണിറ്റി ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ മുഴുവൻ കമ്മ്യൂണിറ്റിയും കുറച്ച് ദിവസം, ഒരു 1-2 ദിവസം ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എല്ലാ സ്റ്റാർ ഫിഷും സുരക്ഷിതമായിട്ട് കടലിലേക്ക് രക്ഷപ്പെടുത്തി ഇവരെല്ലാവരും ചേർന്ന്. സോ ഈ കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, ഒരു വ്യക്തി വിചാരിച്ചാൽ, ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്ത് കാര്യം? ഈ സമൂഹത്തിനെ മാറ്റാൻ വേണ്ടി ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ മാത്രം ശ്രമിച്ചിട്ട് എന്താ കാര്യം എന്നും ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഓരോരുത്തർ തുടങ്ങിയാൽ മതി. ആ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഒരു ലീഡർഷിപ്പ് ഒരുത്തർ തുടങ്ങിയാൽ മതി. പിന്നെ അത് കണ്ട് ഒരു പ്രേരണ ഉണ്ടാവും, അത് കണ്ട് മറ്റവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, മറ്റവർക്ക് ഒരു ഉദാഹരണമാവും. അങ്ങനെ ഒരു ഉദാഹരണപരമായ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും മാറാൻ സാധിക്കും, തീർച്ചയായിട്ടും മാറാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സും എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു പ്രായത്തിൽ, അതും കൂടി ഞാൻ പറയുവാണ്, ഈ ഒരു പ്രായത്തിൽ 16-17 വയസ്സിൽ എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ അല്ലേ? സ്വയം സംശയിക്കുന്ന ഒരു ടെൻഡൻസി ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞാനും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നപ്പോൾ എനിക്കും സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കും
ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എനിക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങളുടെ പ്രായത്തിൽ വരുന്ന ഒരു സ്വാഭാവികമായ ഒരു തോന്നലാണ്. പക്ഷേ അത് ഞങ്ങൾ എല്ലാവരും അത് കടന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വേറൊരു വിഷയം കൂടി പറയുവാണ്. നിങ്ങളുടെ കഴിവുകളുടെ മേൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവട്ടെ. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നു. പക്ഷേ നമ്മൾ ഓരോരോ പ്രാവശ്യവും നമ്മൾ സ്വയം സംശയിക്കുമ്പോൾ ഈ ഊർജ കുറയുവാണ്. അപ്പോൾ മുഴുവൻ 100% നിങ്ങളുടെ മനസ്സിൽ എനിക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എനിക്കിങ്ങനെ ഒരു ചിന്ത വരുവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അത് ആര് പറഞ്ഞാലും നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ അല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ ആര് പറഞ്ഞാലും നിങ്ങളുടെ മേലുള്ള ആത്മവിശ്വാസം അത് എപ്പോഴും ഉറച്ചു നിൽക്കുക. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. തീർച്ചയായിട്ടും പറ്റും. സോ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു വാക്കും കൂടി, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവാൻ പോവാണ്. ആ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന്. അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ ഒരു പാത കണ്ടെത്താൻ സാധിക്കും, റൈറ്റ്? സോ എൻ്റെ അടുത്ത ക്ലാസ് ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ശരിയായ പാത കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതനുസരിച്ച് എങ്ങനെ നമ്മുടെ കരിയർ ഡെസിഷനും നമ്മുടെ വിദ്യാഭ്യാസവും ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഒന്നും കൂടി ഈ ഒരു പരിപാടി ഇത്രയും ഒരു മനോഹരമായി ഇത്രയും ഗ്രാൻഡായിട്ട് സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നന്ദിയും ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ ദിശ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. Thank you very much, ma'am, for your inspiring words.